ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്, മധുബാനി പെയിൻറ്റിംഗ്. മധുബാനി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലെ മിഥില റിലീജിയസിൽപ്പെട്ട ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് മധുബാനി പെയിൻറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിനെ മിഥില പെയിൻറ്റിംഗ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇവരുടെ ഫെസ്റ്റിവൽ, അതുപോലെ മാരേജ് ഫങ്ഷൻസ്, അങ്ങനെയുള്ള ഇവൻസുകളിലൊക്കെ ഇവരുടെ ചുമരുകളിലും തറകളിലൊക്കെ ഈ നാച്ചുറൽ കളേഴ്സ് വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരുന്നത്. ഈ പെയിൻറ്റിങ്ങിൽ നമുക്ക് കൂടുതലായിട്ടും നല്ല നല്ല ബ്രൈറ്റ് കളേഴ്സ്, അതുപോലെ ജോമെട്രിക്കൽ പാറ്റേൺസൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കച്ചിനി ആൻഡ് ബർണി. കച്ചിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കച്ചിനിയിൽ കൂടുതലും നമ്മൾ പറഞ്ഞ പോലെ ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ലൈൻസ്, ട്രയാങ്കിള്, സർക്കിൾ, ഇതൊക്കെ കൂടുതലായിട്ട് ഈ ജോമെട്രിക്കൽ പാറ്റേൺസ് വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു പെയിൻറ്റിങ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അതിൽ കളേഴ്സ് വളരെ കുറവായിരിക്കും. ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രമേ ഈ ഒരു കച്ചിനി പെയിൻറ്റിങ്ങിൽ അവർ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വരുന്നത് ബർണി പെയിൻറ്റിംഗ് ആണ്. ബർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിംഗ് എന്നാണ് അർത്ഥം. ഈ ഫില്ലിങ്ങിൽ കൂടുതലും ബ്രൈറ്റ് കളേഴ്സാണ് അവർ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ മധുബാനി പെയിൻറ്റിങ്ങിൽ കൂടുതലും തീം ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആയിരിക്കും. അതായത് ശ്രീകൃഷ്ണൻ, ലക്ഷ്മണൻ, അതുപോലെ ദുർഗ, സരസ്വതി, അങ്ങനെയുള്ള തീമുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ പ്ലാന്റ്സ്, എനിമൽസ്, ഫിഷ്, സൺ, മൂൺ, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങും കൂടിയാണിത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വരയ്ക്കാനൊന്നും അറിയണമെന്നൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസ്, സർക്കിള്, ട്രയാങ്കിളൊക്കെ വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇനി ഒരു ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഈ ഒരു മധുബാനി പെയിൻറ്റിംഗ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമുക്ക് ആദ്യം പിക്ചർ എടുക്കാം. അതിനുശേഷം യെല്ലോ കാർബൺ എടുത്തിട്ട് അതിന് മേലെ പിക്ചർ വെച്ചിട്ട് നമുക്ക് ഇത് ട്രേസ് ചെയ്യാം. നമുക്ക് മധുബാനി പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് പിക്ചേഴ്സ് ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് നമുക്കപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു എംബ്രോയ്ഡറി റിങ് എടുത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് എല്ലാ ലീഫിനും കളർ ചെയ്യാം. ഇനി നമുക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് മരത്തിന് കളർ ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പീക്കോക്കിന് ഡിസൈൻ ചെയ്യാം. അതായത് ലൈൻസ്, ട്രയാങ്കിള്, സർക്കിൾ, ഡോട്ട്സ്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ടും നമുക്കിതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.